ഓ ഷിറ്റ്, അവൾ സത്യത്തിൽ മുന്നിലുണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുമെന്ന്. അവൾ എന്നെപ്പറ്റി എന്താ ചിന്തിക്കുക? ഞാൻ അവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലാന്ന് പറയും. എന്നെ കണ്ടിട്ട് എന്താ തിരിഞ്ഞു നിൽക്കുന്നേ? എന്നോട് എന്താ പിണക്കം? എന്തായാലും ഒരു സോറി പറഞ്ഞേക്കാം. നോക്കൂ. ഏയ്, ഓ. എന്റെ ഹൃദയം എന്താ ഇങ്ങനെ ഇടിക്കുന്നത്? ഇത് ഹൃദയം ഇടിക്കുന്നതാണോ അതോ വല്ല പാട്ടും കേൾക്കുന്നതാണോ? ഈശ്വര, എന്റെ ഹൃദയം എടുപ്പ് ചെവി വരെ കേൾക്കാം. അദ്ദേഹം കേൾക്കാതിരുന്നാ മതിയായിരുന്നു. നിനക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നില്ല? എനിക്കൊന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല. മ്യൂസിക് കേൾക്കുന്നതാവും. ഡ്രംസിന്റെ ശബ്ദമായിരിക്കും. അല്ല പിന്നെ. അവിടെ ഡ്രംസും ശബ്ദം ഉണ്ടാക്കുന്നു, ഇവിടെ നമ്മുടെ തലയും. ഏട്ടാ, ആ ഓ, നീയായിരുന്നു അത്. ആക്ച്വലി ഇവൾ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു, അപ്പോ പിടിച്ചെണീപ്പിച്ചതാ. എന്റെ പേഴ്സ് താഴെ വീണപ്പോ എടുക്കാൻ നോക്കിയതാ. ഇവൾ എടുക്കുമായിരുന്നു. പേഴ്സ് താഴെ വീണില്ലേ, അപ്പോ ഇവൾ എടുക്കാനായിട്ട് പോയായിരുന്നു. ആ സമയം ഇവളും താഴെ വീണു. രണ്ടിനും എടുക്കാൻ പോയപ്പോ ഞാൻ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും അറിയാതെ ഒരുമിച്ച് വീണു. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നേരം വൈകുന്നു. ഗുഡ് നൈറ്റ്. നിൽക്ക്. ആക്ച്വലി ഞാൻ ചിന്തിക്കായിരുന്നു, ഇന്ന് രാത്രി നീ ഇവിടെ തന്നെ നിൽക്ക്. എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ വീട്ടിൽ ഫാമിലി ഡിന്നറുണ്ട്. തനുവിന്റെ പാരന്റ്സ് വരുന്നുണ്ട്. നമ്മുടെ മുഴുവൻ ഫാമിലിയും ഇവിടെയുണ്ട്. ഏട്ടാ, അൺഫോർച്ചുനേറ്റ്ലി എല്ലാ സെർവൻസും ലീവിലാണ്. സോ വി നീഡ് സംബഡി ടു സൂപ്പർവൈസ്. ആൻഡ് റിമെമ്പർ, പ്രിയ എത്ര നന്നായിട്ടാണ് ഏട്ടന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ പാർട്ടികളും അറേഞ്ച് ചെയ്യുന്നു, ഏട്ടന്റെ എല്ലാ ജോലികളും ചെയ്യുന്നു. ആൻഡ് വൈ നോട്ട് നൈറ്റ് സ്റ്റിൽ ഹിയർ? ആർക്കും അറിയില്ല ഈ റോബിൻ എവിടെ പോയെന്നും അറിയില്ല, മനസ്സിലാകുന്നേയില്ല. റോബിൻ, നീ ഒരു കാര്യം ചെയ്. നീ അടുത്ത മാസം എടുക്കാനിരുന്ന ലീവ് ഇന്ന് മുതൽ എടുത്തോളൂ. പക്ഷേ മാഡം, ഞാൻ അഭിസാറിനോട് അടുത്ത മാസമാണ് ലീവ് ചോദിച്ചിരുന്നത്. ഐ നോ സ്വീറ്റ് ഹാർട്ട്, പക്ഷെ നീ ഇന്ന് മുതൽ തന്നെ ലീവ് എടുത്തോളൂ. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഓർക്കണം, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഈ ലീവ് പെർമനന്റ് അയക്കാം. പിടിക്ക് പൈസ പിടിക്ക്. പിന്നെ റോബിൻ, ഫോൺ ഓഫ് ആക്കി വെക്കണേ. ഓക്കെ, ഹാവ് എ ഫൺ. ബൈ. എന്തു പറ്റി? ചെയ്യാൻ കഴിയുമല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തുദ്ദേശത്തിലാ? അല്ല ആലിയ, നിനക്ക് ഈ സെർവന്റിന് ജോലി ചെയ്യാൻ പ്രിയോട് പറയാൻ എങ്ങനെയാ തോന്നിയത്? ഭക്ഷണം ഉണ്ടാക്കണം, വിളമ്പണം. ഇല്ല, ആക്ച്വലി പ്രോബ്ലം ഒന്നുമില്ല. ഒരു രാത്രിയുടെ കാര്യമല്ലേ, ഞാൻ ചെയ്തോളാം. പക്ഷെ പ്രിയ, ഇതൊന്നും നിന്റെ ജോബ് പ്രൊഫൈലിൽ ഇല്ലല്ലോ, അതുകൊണ്ട് ചെയ്യും വേണ്ട. എനിക്ക് സീരിയസ്ലി ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഡിന്നർ സാറിന്റെ ഫാമിലിക്ക് വേണ്ടിയല്ലേ.
സാറിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡ്യൂട്ടികളും എന്റെ ജോബ് പ്രൊഫൈലിലുണ്ട്. പ്രിയ, കിച്ചണിലേക്കുള്ള വഴി ഓർമ്മയുണ്ടോ? അതോ ഞാൻ കാണിച്ചു തരണോ? ഞാൻ പോയിക്കോളാം. ഓക്കെ, ഐ വിൽ സീ യു. പിന്നെ വരാം. ഇവൾ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് വെച്ചാൽ ഇവളുടെ മനസ്സിലും എനിക്കുള്ള അതേ ഫീലിങ്സ് ആണ്. ഇപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കിയ നീ ഉറപ്പിച്ചോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. നിനക്ക് അങ്ങോട്ടുള്ളതുപോലെ തന്നെ. കുക്സ് ഭക്ഷണം ഉണ്ടാക്കും, നീ സെർവ് മാത്രം ചെയ്താൽ മതി. പിന്നെ നീ ഡെക്കറേഷനിലെല്ലാം ശ്രദ്ധിക്കണം. കല്യാണ വീടായത് കൊണ്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിന്നറിന് ഒരു രസമുണ്ടായില്ല. ഐ ഹോപ്പ് യു ക്യാൻ മാനേജ് ഓൾ ദിസ്. വരൂ വരൂ. വേറെ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? ഇല്ല. വരൂ വരൂ മിസ്റ്റർ ആൻഡ് മിസ്സസ് തനു ഫാമിലി. നിങ്ങൾക്ക് സുഖമാണോ? വളരെ സുഖമായിരിക്കുന്നു. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് സുഖാണോ? ഞങ്ങൾക്കും വളരെ സുഖമാണ്. ഒരു വശത്ത് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു, മറുവശത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആന്റി, അമ്മയാണെങ്കിൽ കുറച്ച് കൂടുതൽ കാത്തിരിക്കായിരുന്നു. നിങ്ങൾ വന്നില്ലെങ്കിലേ ഇവിടെ ഡിന്നർ നടക്കില്ലല്ലോ, അതുകൊണ്ടാ. എന്താ? മമ്മി, ഏട്ടത്തിയുടെ ഒരു കാര്യം നോക്കൂ, എന്തൊക്കെയാ പറയുന്നെന്ന്. എന്റെ കൂടെ വരൂ. കം. ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? ഡിന്നർ ഒരുക്കുക, വേറെന്താ? അതെനിക്കും കാണാം. പക്ഷെ നീ എന്താ പറഞ്ഞത്? കല്യാണത്തിന് മുമ്പ് ഇവൾ സ്വയം ഒഴിഞ്ഞു പോകുന്നല്ലേ? പക്ഷെ ഇവളിവിടെ ഫാമിലി ഡിന്നറിന്. ഐ നോ മമ്മി, ഞാൻ മമ്മിയോട് പറഞ്ഞില്ലേ, അഭി പൂർണ്ണമായും മറന്നു കഴിഞ്ഞു പ്രിയേ. ഇപ്പൊ ഇവിടെ ഒരു സെക്രട്ടറി പോലെ മാത്രം അവളുള്ളത്. വിശ്വാസാവുന്നില്ലേ? വെയിറ്റ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിയ, എന്റെ മമ്മിയും ഡാഡിയും വന്നിട്ടുണ്ട്. കുറച്ച് ടയേർഡായിരിക്കും. നീ അവർക്ക് ഡ്രിങ്ക്സ് സെർവ് ചെയ്യില്ലേ? ആദ്യം ഞാൻ വെള്ളം. ഇത് പിന്നെ ചെയ്യാം. ആദ്യം പോയി ഡ്രിങ്ക് സെർവ് ചെയ്യൂ. ഒരുപാട് തളർന്നിട്ടുണ്ടാവില്ലേ, ദാഹിക്കുന്നുണ്ടാവും. ചെല്ല്. പ്രിയ, ചിലപ്പോൾ നീ മറന്നുപോയി കാണും. നാളെ എൻ്റെ കല്യാണോ. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഞാനാണ്. നീ എനിക്ക് ഡ്രിങ്ക് സെർവ് ചെയ്യില്ലേ? സോ സ്വീറ്റ് ഓഫ് യു. താങ്ക് യു. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, ആലിയ പ്രിയയെ ഈ ജോലിക്കാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പാവം പ്രിയയെ വേലക്കാരിയാക്കി മാറ്റി അവളെ നാണം കെടുത്താൻ ശ്രമിക്കുകയാണ്. ഞാനിത് അനുവദിക്കില്ല. ഞാൻ തടയും. പ്ലീസ് പ്ലീസ് പ്ലീസ്, അത് നോക്കൂ. എന്ത്? അബിക്ക് ദേഷ്യം വരുന്നു. ഇതൊന്നും അബിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പ്രിയ ഇതൊന്നും ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല. അവനിപ്പം മിണ്ടാതിരിക്കുന്നത് ഈ തനുവിന്റെ അമ്മയും അച്ഛനെ ഓർത്തിട്ട് മാത്രമാണ്. അവന് പറയാൻ കഴിയില്ല, പക്ഷേ എനിക്ക് പറയാൻ കഴിയുമല്ലോ.
ഈ ആലിയും തനുവും നമ്മുടെ പ്രിയയെ എത്ര ഉപദ്രവിക്കുമോ അത്രയ്ക്കും അബിക്കും ടെൻഷൻ ഉണ്ടാകും. അബിക്ക് എത്ര ടെൻഷൻ ഉണ്ടാകുന്നോ അത്രയും പ്രിയയോടുള്ള സ്നേഹം കൂടും. ഇങ്ങനെ സംഭവിക്കട്ടെ ചേച്ചി, പ്രണയിക്കട്ടെ. ചിലപ്പോ എന്തെങ്കിലും വലിയ അത്ഭുതം ഉണ്ടായാലോ. പക്ഷേ ഒന്നുമില്ല ചേച്ചി. നമ്മുടെ പ്രിയ അത്രയും മണ്ടിയല്ല ഇവരുടെ പീഡനങ്ങൾ മിണ്ടാതെ സഹിക്കാനായിട്ട്. ആലിയും തനുവും ഇതിനുള്ള മറുപടി ഇരട്ടിയായി തന്നെ കൊടുക്കേണ്ടി വരും. ചേച്ചി എല്ലാം മിണ്ടാതെ നിന്ന് നോക്കി കണ്ടാ മതി. ഇത് സാറിന്. താങ്ക് യു. നീ പറയുന്നത് ശരിയാണ്. അബിയുടെ പ്രണയം ഇന്ന് പൂവണിയും തോന്നുന്നു. ഇതുവരെ ശരിയാണ് സംഭവിക്കുന്ന ചേച്ചി, ഇനിയുള്ളതറിയില്ല. ഹലോ, നിങ്ങൾക്ക് സുഖാണോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ള കാര്യം അറിയില്ല. അതിന്റെ അർത്ഥം അർത്ഥങ്ങൾ അറിയാന്നുള്ളവർക്ക് മനസ്സിലാകും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നതാ. ഭക്ഷണം കഴിച്ചിട്ട് പോവും. വാ ചേച്ചി. ഇവര് രണ്ടുപേരും കല്യാണത്തിന് ശേഷം തനുവിനോട് എങ്ങനെ പെരുമാറുമെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പ്രിയയോടൊപ്പം ഇവരും പോയിരുന്നെങ്കിലെന്നാ. പ്രിയ മതി, നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ ജോലിക്കാരുണ്ടല്ലോ, ബാക്കിയുള്ളതൊക്കെ അവർ ചെയ്തോളൂ. എല്ലാം കഴിഞ്ഞൂന്നേ. ഞാൻ പറഞ്ഞില്ല ഒന്നും ചെയ്യേണ്ടത്. എന്താ കാര്യം ഇതൊക്കെ നീ ചെയ്യുന്നത് എനിക്കങ്ങനെ കണ്ടു നിൽക്കാനൊന്നും പറ്റില്ല. അതെന്താ കാര്യം ഞാൻ നിന്നെ കാരണം വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇത്ര നേരം എവിടെയായിരുന്നു മമ്മി? താങ്ക് യു സോ മച്ച് മമ്മി. മമ്മി എന്നോട് പറഞ്ഞതേ ഇല്ല ഇവളെ കൊണ്ടുവരുമെന്ന്. അതായത് അമ്മി, നോക്ക്, നിന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ആരെ കൊണ്ടുവന്നേക്കുന്നെന്ന്. എന്റെ കസിൻ സിസ്റ്റർ സൊണാലി. ഹായ് സൊണാലി. ഹലോ. യുനോ, ഇവൾ നിന്റെ ഫാൻ നമ്പർ 1 ആണ്. ഇനി നാത്തൂൻ നമ്പർ 1 ആവാൻ പോവാ. പിന്നെ നിനക്കറിയാലോ നാത്തൂൻ എന്ന് പറഞ്ഞ ആരാണെന്ന്? ആരാ? ഭാര്യയുടെ സഹോദരി. നീ എന്താ പറഞ്ഞേ? നാത്തൂൻ. ഓ ആ, കറക്റ്റ്. അതെ, ഭാര്യയുടെ സഹോദരി നാത്തൂനാണല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞ ഭാര്യയ്ക്കും ഒരു പേര് വേണ്ടേ? എന്താ? അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ വൈഫിന്റെ സിസ്റ്ററെ നാത്തൂൻ എന്ന് വിളിക്കുകയാണെങ്കിൽ വൈഫിനെ വേലക്കള്ളി എന്ന് വിളിക്കാം. എന്താ? കല്യാണം കഴിഞ്ഞാൽ അവരൊന്നും പിന്നെ ജോലി ചെയ്യില്ല. സോ വേലക്കള്ളി, വേലക്കള്ളി എന്ന് വിളിക്കാം. എന്താ നിന്റെ ഒപ്പീനിയൻ? ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഞാൻ ആക്ച്വലി ഞാനൊന്ന് കൈ വാഷ് ചെയ്തിട്ട് വരാം. നിങ്ങളിരുന്നോ, ഞാൻ വന്നോളാം. എന്താ എന്താ ചെയ്യുന്നേ? ഞാൻ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവില്ലേ, അത് തരാൻ വന്നതാ. ഏതുത്തരം? അത് പിന്നെ നീ എന്നോട് കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ, നീ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കെന്താ എത്ര വിഷമമൊന്ന്. എന്നാലും ഉത്തരം പറയൂ. ആക്ച്വലി എനിക്ക് വിഷമം തോന്നിയതിൻ്റെ കാരണം 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 എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
പക്ഷെ എനിക്കത് നിന്നോട് പറയാനും പറ്റുന്നില്ല. അതാ പ്രശ്നം. എന്താ? സത്യം പറയണോ കള്ളം പറയണോ? കള്ളം പറയാനല്ല ഞാൻ ചോദ്യം ചോദിച്ചത്. സത്യം പറഞ്ഞാ മതി. എങ്കിൽ കേട്ടോ, എനിക്കത് നിന്റെ ഷോൾ എന്താ ഇങ്ങനെ? ഷോളിനെന്താ ഇതിങ്ങനെയാണല്ലോ? ഷോൾ ഇങ്ങനെയല്ല ഇടേണ്ടത്. പിന്നെ ഇങ്ങനെ. ആ ഒരു സെക്കൻഡ്. ഈ മുടി ഇപ്പൊ ശരിയായി. ആദ്യ ഹെൽപ്പറിനെ പോലെയായിരുന്നു, ഇപ്പൊ ഭാര്യയെ പോലെ. എന്താ? അത് ഭാര്യയെ പോലെ ആയിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഭാര്യയെ പോലെ. ആരുടെ? സാധാരണ ഭാര്യമാരെ പോലെ. അച്ഛമ്മേ, അച്ഛമ്മേ? അച്ഛമ്മ താ വരുന്നു. അച്ഛമ്മ ഞാനെല്ലാം കേട്ടിരുന്നു. പക്ഷെ എനിക്ക് നിങ്ങളുടെ നാവിന്ന് തന്നെ അത് കേൾക്കണം. നെക്സ്റ്റ് ടൈം പറയുമ്പോ പേടി പാടില്ല, മുഴുവൻ അവകാശത്തോടെ പറയണം. നിങ്ങളുടെ ഭാര്യ തന്നെയാ മിസ്സസ് അഭിഷേക് മേനോൻ. പക്ഷേ നാളെ അച്ഛമ്മ വരുന്നു. എന്ത് രസമായ കാര്യമാണല്ലേ. വരന്റെയും വധുവിന്റെയും വീട്ടുകാർ തമ്മിലുള്ള ഡിന്നർ കല്യാണം കഴിഞ്ഞിട്ടാണ്. പക്ഷെ നമ്മുടെ ഇവിടെ നേരത്തെ നടക്കുന്നു. ഇവിടെ വാ. അതെന്താന്നറിയോ? കല്യാണത്തിന്റെ കാര്യം അറിയില്ല. ഇവര് ചിന്തിച്ചു കാണും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഡിന്നറെങ്കിലും കഴിക്കാന്ന്. അല്ലേ? അല്ല വേറൊന്നും നടന്നില്ലെങ്കിലോ? പ്രിയ, നീ അവിടെ നിന്ന് എന്താ ചെയ്യുന്നേ? ഇവിടെ വാ, മമ്മിക്ക് സെർവ് ചെയ്യൂ. ഇന്നത്തെ ഭക്ഷണം നീ അറേഞ്ച് ചെയ്ത സ്ഥിതിക്ക് സെർവ് നീ തന്നെ ചെയ്യണം. അതുമല്ല, ഇതെന്താ? പനീർ മസാല. പനീർ മസാല. പനീർ അധികം ഇല്ല. ഇതെന്താ? പാലക് പനീർ. പാലക് ഫ്രഷ് ആയിരുന്നില്ലേ? അതെ. ഐ മീൻ കളർ ശരിയല്ല. ഐ തിങ്ക് നീ തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മമ്മി ഇത് കഴിക്കുന്നോ? ഞാൻ വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിപ്പിക്കണോ? It's okay. I will manage it. It's fine. യാ, ശരി, സെർവ് ചെയ്തോളൂ. ദേ പതുക്കെ, ബൗളിൽ നിന്നും പുറത്തേക്ക് വീഴരുത്. അച്ഛമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ഈ പനീർ എടുക്കൂ. ഇത് ഞാൻ അച്ഛമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ടത്? മതി മോളെ. ഭക്ഷണം വളരെ നന്നായിട്ട് നോക്കി. നിന്റെ കയ്യിൽ മാജിക് തന്നെ ഉണ്ട്. നിന്റെ കൈകൾക്ക് ഉമ്മ തരാനാണ് തോന്നുന്നത്. നിന്റെ കൈകൾക്ക് നല്ല കൈപുണ്യമാണ്. ഈശ്വരൻ വിചാരിച്ച എന്നും ഈ രീതി തന്നെ ഭക്ഷണം ഉണ്ടാക്കാനും ഈ രീതിയിലിരുന്ന് കഴിക്കാനും കഴിയട്ടെ. എക്സ്ക്യൂസ് മീ, കുറച്ച് പരിപ്പ് തരുമോ?